എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ ആഴ്ചകളിലായിട്ട് നടന്നു പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ മാത്സിലെ ചോദ്യങ്ങളാണ് ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 2025 അവസാന പരീക്ഷ 29 ഡിസംബറിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. അവിടെ നമ്മൾ കണ്ടത് 6 റീസണിങ്ങിന്റെ ചോദ്യങ്ങളും 4 മാത്സിന്റെ ചോദ്യങ്ങളുമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. തുടർന്ന് നമ്മൾ 4-ാം തീയതി നമുക്ക് മറ്റൊരു CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ കഴിഞ്ഞു. അവിടെ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റവും ഇല്ല. അതായത് 6 റീസണിങ്ങും 4 മാത്സ് വരുന്നു. അങ്ങനെ 4-ാം തീയതിയും കഴിഞ്ഞു. തുടർന്ന് 11-ാം തീയതി ഒരു പരീക്ഷ കഴിഞ്ഞു. അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഇത്തരം പരീക്ഷകളുടെ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് വരുന്ന 18-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതി നടക്കുന്ന വിവിധ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് അധ്യാപകർ ഈ പറയുന്ന മാത്സിലെ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സോ നമുക്കൊരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ 11-ാം തീയതിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. 6 മാത്സിന്റെ ചോദ്യങ്ങളും 4 റീസണിങ്ങും ഉള്ളായിരുന്നു. പഴയ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ തിരിച്ചായിരുന്നു. അതാണ്ടേ പെർസെൻറ്റേജിനകത്തുനിന്ന് ഒരു ചോദ്യം ചോദിച്ചു, ആവറേജ് 1, പ്രോഫിറ്റ് ആൻഡ് ലോസ് 1, അതേപോലെ LCM HCF 1, ഫ്രാക്ഷൻ 1, ട്രെയിൻ 1, അങ്ങനെ 6 ചോദ്യങ്ങൾ. അല്ലാതെ റീസണിങ്ങിനകത്ത് നിന്നും ഒരു 4 ചോദ്യം. അങ്ങനെ 6ഉം 4ഉം 10 ചോദ്യങ്ങളുടെ പാറ്റേൺ പോയത് മാത്സ് 6, റീസണിങ് 4. തൊട്ട് മുമ്പത്തെ പരീക്ഷകളുടെ നേരെ തിരിച്ചായിരുന്നു. നമുക്കിതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. നമുക്ക് 1-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്പർ സീരീസ്. 2 എന്ന് പറയുന്നവൻ 6 6 എന്ന് പറയുന്നവൻ 12, 12 എന്ന് പറയുന്നവൻ 20, 20 എന്ന് പറയുന്നവൻ 30, 30 എന്ന് പറയുന്നവൻ 42. പെട്ടെന്ന് കിട്ടി. എടാ 2 6 ആകണമെങ്കിൽ 4 കൂട്ടിയാൽ മതി. 6 12 ആകണമെങ്കിൽ 6 കൂട്ടിയാൽ മതി. 12 20 ആകണമെങ്കിൽ 8 കൂട്ടിയാൽ മതി. 20 30 ആകണമെങ്കിൽ 10 കൂട്ടുക. 30 12 42 ആകണമെങ്കിൽ 12 കൂട്ടണം. അപ്പൊ നോക്കിക്കേ, 4 കൂട്ടി, 6 കൂട്ടി, 8 കൂട്ടി, 10 കൂട്ടി, 12 കൂട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തത് 14 കൂട്ടണം. 14 കൂട്ടിക്കോ. 42ന്റെ കൂടെ 14 കൂട്ടിയാൽ, 42ന്റെ കൂടെ 14 കൂട്ടിയാൽ ദാ പിടിച്ചോ, നമ്മളുടെ ആൻസർ 56. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും കിട്ടിക്കാണും ഉറപ്പായിട്ടും. അതായിരുന്നു 1-ാമത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കാണുമ്പോഴേ ഡയറക്ഷൻ വരയ്ക്കുക. കാണുമ്പോഴേ കണ്ണും പൂട്ടി ഡയറക്ഷൻ. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. വലത്തോട്ട് തിരിഞ്ഞു. റൈറ്റ് എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞ ആന്റി ക്ലോക്ക് വൈസ്. വൺ മോർണിംഗ് ഗോപിക സ്റ്റാർട്ടഡ് ടു വാക്ക് ടുവേർഡ്സ് ദ സൺ. രാവിലെ അവള് സൂര്യന് അഭിമുഖമായിട്ട് നടന്നു എന്ന് പറഞ്ഞ രാവിലെ ഉറപ്പായിട്ടും സൂര്യൻ കിഴക്കായിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം രാവിലെ ഗോപിക കിഴക്കോട്ട് നടന്നു. രാവിലെ ഗോപിക കിഴക്കോട്ട് നടന്നു. കിഴക്കോട്ട് നടന്ന് നമ്മുടെ ഗോപിക കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞപ്പോൾ റൈറ്റ് തിരിഞ്ഞു. കിഴക്കിന്റെ റൈറ്റ് ഏതാ? കിഴക്കിന്റെ റൈറ്റ് എന്ന് പറഞ്ഞ സൗത്ത് അല്ലേ? ക്ലോക്ക് വൈസ്. റൈറ്റ് എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ്. അപ്പോ കിഴക്കിന്റെ റൈറ്റ് എന്ന് പറഞ്ഞ സൗത്ത്. എഗെയിൻ റൈറ്റ്. സൗത്തിന്റെ റൈറ്റ് വെസ്റ്റ്. കണ്ടോ? ഈസ്റ്റിലേക്ക് നടന്നുകൊണ്ടിരുന്ന അവള് റൈറ്റ് തിരിഞ്ഞെന്ന് പറഞ്ഞ സൗത്തിലേക്കായി അവളുടെ മൂവ്മെന്റ്. പിന്നെയും റൈറ്റ് എന്ന് പറഞ്ഞ വീണ്ടും ക്ലോക്ക് വൈസ് വെസ്റ്റിലേക്കായി. വീണ്ടും എഗെയിൻ ടേൺസ് ടു റൈറ്റ്. വെസ്റ്റിന്റെ റൈറ്റ് എന്ന് പറഞ്ഞ നോർത്ത്. സോ നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം നോർത്ത് ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നോർത്ത് ഡയറക്ഷനിലേക്കാണ് അവൾ നോക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പായി.
സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യം, സെലക്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്സ് എന്നാണ് ചോദ്യം. കൊളോണൽ ഉണ്ട്, ക്യാപ്റ്റൻ ഉണ്ട്, കോർപ്പറൽ ഉണ്ട്, കളക്ടർ ഉണ്ട്. സോ ഈ ഒരു ചോദ്യം നിങ്ങൾ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ അറിയാമെന്നുള്ള ഉദ്യോഗാർത്ഥിക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള വകുപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ കൊളോണൽ ആണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും കോർപ്പറൽ ആണെങ്കിലും മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കളക്ടർ എന്ന് പറയുന്നത് ഒരു ജില്ല ഭരിക്കുന്ന ഒരു വ്യക്തിയാണ് കളക്ടർ. അതുകൊണ്ട് കളക്ടറാണ് അവിടെ ഓഡ് മാൻ ഔട്ടായിട്ട് നിൽക്കുന്നത്. ബാക്കി മൂന്നും മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മിലിറ്ററിയിലെ ചില സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നു. സോ അതുകൊണ്ട് ആദ്യത്തെ 3 വാക്കുകൾ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതും കളക്ടർ എന്ന് പറയുന്നത് സോ അതിനകത്തുനിന്ന് വിഭിന്നമായിട്ട് നിൽക്കുന്നതുമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് സിമ്പിളായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതാണ്ടേ വേഡ് അനലോഗി, സമാന ബന്ധം എന്ന് പറയുന്നതാണ്. ആദ്യ വാക്കും രണ്ടാമത്തെ വാക്കും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകും. ആ രീതിയിൽ ഇവിടുന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അതാണ്ടേ ഇത് സ്ഥിരം ചോദ്യമാണ്. എടാ ലെറ്റർ എന്ന് പറയുന്നത് വേർഡായിട്ട് മാറും. കണ്ണും പൂട്ടി പറയാം, ലെറ്ററുകൾ ചേരുമ്പോഴാണ് വേർഡുകൾ ഉണ്ടാകുന്നത്. ലെറ്റർ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ്, അക്ഷരങ്ങൾ ചേരുമ്പോൾ വാക്കുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ലെറ്ററുകൾ ചേരുമ്പോൾ വേർഡ് ഉണ്ടാകും. അത്തരത്തില് ക്ലബുകൾ ചേർന്നാൽ പീപ്പിൾ ഉണ്ടാകത്തില്ല, പേജുകൾ ചേർന്നാൽ ബുക്ക് ഉണ്ടാകും, അതാണ് ശരി. പ്രോഡക്റ്റുകൾ ചേർന്നാൽ ഫാക്ടറി ഉണ്ടാകത്തില്ല, ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പ്രോഡക്റ്റ്, അല്ലാതെ പ്രോഡക്റ്റുകൾ ചേരുമ്പോൾ ഫാക്ടറി ഉണ്ടാവത്തില്ല. ഹോംവർക്കുകൾ ചേരുമ്പോൾ സ്കൂൾ ഉണ്ടാവത്തില്ല, പേജുകൾ ചേരുമ്പോൾ ബുക്ക് ഉണ്ടാകും. ഓപ്ഷൻ ബി ശരിയായിട്ടുള്ള ഉത്തരം. സിമ്പിളായിട്ട് എല്ലാവർക്കും കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് ഇതാണ്ടേ, ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ബിറ്റ്വീൻ 50 and 100 ദാറ്റ് ആർ ഫുള്ളി ഡിവിസിബിൾ ബൈ 2, 3, 4? 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകൾ 50നും 100നും ഇടയിലുണ്ട്? കുറച്ചെന്നേ ഉള്ളൂ. 5 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8. മക്കളെ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച LCM ആൻഡ് HCF എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണെന്ന് ഒരു കോമൺ സെൻസിൽ അടിക്കാൻ പറ്റി കാണത്തില്ലേ? 2 കൊണ്ടും പറ്റണം, 3 കൊണ്ടും പറ്റണം, 4 കൊണ്ടും പറ്റണം. അപ്പൊ സ്വാഭാവികമായിട്ടും 2 കൊണ്ടും പറ്റണം, 3 കൊണ്ടും പറ്റണം, 4 കൊണ്ടും പറ്റണമെങ്കിൽ അവയുടെ ഇത് 3 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് 3ന്റെയും കൂടെ LCM കണ്ടുപിടിക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെന്ന അർത്ഥം. അപ്പോൾ 2ന്റെയും 3ന്റെയും 4ന്റെ LCM 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു. 2നെ 2 കൊണ്ട് ഹരിച്ച 1, 3നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 3 താത്തിറക്കി. 4നെ 2 കൊണ്ട് ഹരിച്ച 2. ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഗുണിച്ചു. 2 × 1 2, 2 3 6, 6 2 12, LCM 12, LCM 12. അപ്പോ എടാ കുഞ്ഞുങ്ങളെ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും 12 കൊണ്ടും ഹരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 50നും 100നും ഇടയില് 12 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നവന്മാർ എത്ര എണ്ണം ഉണ്ട്? അപ്പൊ നിങ്ങൾ ഞാൻ ആലോചിക്കും, 12 4 48 നടക്കത്തില്ല. 50നും 100നും ഇടയിലാണ്, 48 പറ്റത്തില്ല. അടുത്ത പിടി 12 5 60 സെറ്റല്ലേ? ഇടയിലല്ലേ? 50നും 100നും ഇടയിലല്ലേടാ 60. ആ 60 എന്ന് പറയുന്നവൻ 12 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലേ? 12 കൊണ്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും പറ്റും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഇനി. അപ്പൊ ഒരെണ്ണം കിട്ടി 60. 12 5 60 സെറ്റാണേ. 12 6 എത്ര? അല്ലെങ്കിൽ 60 കൂട്ടിക്കൂട്ടി, സോറി 12 കൂട്ടിക്കൂട്ടി അങ്ങ് പറഞ്ഞാൽ മതി. 12 കൂട്ടിക്കൂട്ടി പറ. 60. 60ന്റെ കൂടെ 12 കൂട്ടി എത്ര? 72. ആ 72ന്റെ കൂടെ 12 കൂട്ടിയാൽ 84.
84ന്റെ കൂടെ 12 കൂട്ടിയാൽ 96. ആ 96ന്റെ കൂടെ 12 കൂട്ടിയാൽ 100 മേലെ പോവും. അപ്പൊ 96 വരെ നോക്കിയാൽ മതി. 4 എണ്ണം ഉണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ, ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, 12 5 60, 12 6 72, 12 7 84, 12 8 96. അത്രേ ഉള്ളൂ പരിപാടി. ഉത്തരം ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് 2/3 2/3 വലുതായിരിക്കണം, 4/5 ചെറുതായിരിക്കണം എന്നാണ് പറയുന്നത്. എടാ ഞാനിത് എടുത്തെടുത്തെടുത്ത് മടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് ആക്കി വരെ എടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. 2 ഭിന്നസംഖ്യകൾക്കിടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത്? 2/3 4/5 ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത് എന്നാണ് അതിന്റെ അർത്ഥം. അത്രേ ഉള്ള അർത്ഥം. പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്തോ ചെയ്യേണ്ടത്? 2/3 4/5 ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത്? 2 ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനിടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 2 4 കൂടെ കൂട്ടിയാൽ 6, അംശത്തിൽ എഴുതുക. ഛേദങ്ങൾ തമ്മിൽ കൂട്ടി ഛേദത്തിൽ എഴുതുക. മക്കളെ 3 5 കൂടെ കൂട്ടിയാൽ 8. എടാ 6/8 അംശങ്ങൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിൽ എഴുതുക. അംശങ്ങൾ തമ്മിൽ കൂട്ടി അംശത്തിൽ എഴുതുക. ഛേദങ്ങൾ തമ്മിൽ കൂട്ടി ഛേദത്തിൽ എഴുതുക. ദേ വെട്ടിച്ചെറുതാക്കി 2 കൊണ്ട്. 3 2 6 4 2 8 3/4. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പറഞ്ഞു മടുത്ത്. നിങ്ങൾ ഈ ചാനലിലെ ഷോർട്സ് എടുത്ത് നോക്ക്. 2 ഭിന്നസംഖ്യകൾക്കിടയിൽ വരുന്ന ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ അംശങ്ങൾ തമ്മിൽ കൂട്ടി അംശത്തിൽ എഴുതുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടി ഛേദത്തിൽ എഴുതുക. ഇംഗ്ലീഷ് പറയാണെങ്കിൽ അറിയത്തില്ല. ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടി ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്ററുകൾ തമ്മിൽ കൂട്ടി ഡിനോമിനേറ്ററിൽ എഴുതുക. ഇത്രേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. അടുത്തത് പിടിച്ചു. എ ഫ്രൂട്ട് സെൽസ് 60% ആപ്പിൾ ആൻഡ് സ്റ്റിൽ ഹാസ് 240 ആപ്പിൾ. എടാ ഒരു കച്ചവടക്കാരൻ 60% ആപ്പിൾ വിറ്റു, ബാക്കി 240 ഉണ്ട്. 60% വിറ്റാൽ സ്വാഭാവികമായിട്ട് 40% ഇല്ലേ? എടാ 60% വിറ്റു, അപ്പൊ ഉറപ്പായിട്ട് 40% അയാളായി കാണത്തില്ലേ? ദാണ്ടേ ആ 40% 240. കണ്ടുപിടിക്കേണ്ടത് ഒറിജിനലി മൊത്തത്തിൽ അവന്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു, ടോട്ടൽ, ദാറ്റ് ഈസ് 100% എത്ര എന്നാണ് ചോദ്യം. ടോട്ടൽ എത്ര? 40% അവന്റെ കയ്യിൽ ഉണ്ട്. 40% 240. കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എത്ര, 100% എത്ര. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യാൻ എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 100ഉം 240 ആണ്. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 40. മക്കളെ 40ന്റെ 0 240ന്റെ 0 കട്ടായി. എടാ 4ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 24. 4ന്റെ 6ാമത്തെ മൾട്ടിപ്പിൾ ആണ് 24. 600 കൂടെ ഗുണിച്ചാൽ 600. ഓപ്ഷൻ ഡി 600 ഈസ് ദ റൈറ്റ് ആൻസർ. ടോട്ടൽ എത്ര? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100%. വിറ്റത് 60%. വിറ്റത് എത്ര എന്ന് ചോദിച്ചാൽ 60% കണ്ടുപിടിക്കുക. കയ്യിലുള്ളത് 40%. ആ 40% 240 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തുനിന്ന് ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ. 2400 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു, വിറ്റത് 15% നഷ്ടത്തിനാണ്. സോ വിറ്റ വില എത്ര എന്നാണ് ചോദ്യം. 2400 വാങ്ങിച്ചു, 15% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 15% കുറച്ചാണ് വിറ്റത്. 15% കുറച്ചാണ് വിറ്റത്. 2400ന്റെ 10% എത്ര മക്കളെ? 2400ന്റെ 10% 240 അല്ലേടാ? എടാ ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി.
2400ന്റെ 10% എത്ര? 2400ന്റെ 10%. 2400ന്റെ 10% 240. മക്കളെ 10% 240 ആണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 5% 120 അല്ലേടാ? എടാ 10% 240 ആണെങ്കിൽ 5% 120 അല്ലേ? 240ന്റെ പകുതി 120, 10% 5%, പകുതി. അപ്പോൾ 10% 240, 5% 120. അപ്പൊ സ്വാഭാവികമായിട്ടും 15% എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൂ 360 അല്ലേ? അപ്പോൾ 360 രൂപ കുറച്ച് വിറ്റു. 360 രൂപ കുറച്ച് വിറ്റു. വാങ്ങിയത് 2400-നാ. വാങ്ങിയത് 2400-ന്, വിറ്റത് 360 രൂപ കുറച്ച് വിറ്റു. 360 രൂപ കുറച്ച് വിറ്റു. 360 രൂപ കുറച്ച് വിറ്റാല് മക്കളെ 10 പോയാല് എടാ 10 പോയാൽ 4 ആണ്. 10 പോയാൽ 4, പിന്നെ അവിടെ 23 ഉള്ളൂ. 23-ന്ന് 3 കുറച്ച 20, 2040. 2040. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ചോദ്യം. വേണമെങ്കിൽ മനസ്സിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ 15% നഷ്ടത്തിനാണ് വിറ്റത്. സ്വാഭാവികമായിട്ടും വാങ്ങിയ വില 100%. 15% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാല് 85%-ത്തിനാണ് വിറ്റത്. 2400ന്റെ 85% കണ്ടുപിടിച്ചാലും മതി. നിങ്ങൾ ഇഷ്ടം ചെയ്തോണം. അടുത്തത് ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇൻ ദ ഫസ്റ്റ് 12 ഓവേഴ്സ്. പഠിപ്പിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെ. ഇൻ ദ ഫസ്റ്റ് 12 ഓവേഴ്സ് ഓഫ് എ ക്രിക്കറ്റ് മാച്ച്, റൺ റേറ്റ് 5.5. റൺ റേറ്റ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം, ഒരു ഓവറിൽ അടിച്ച റൺസിനെ പറയുന്ന പേരാണ് റൺ റേറ്റ്. അപ്പൊ ഒരു ഓവറിൽ അടിച്ചത് 5.5. അങ്ങനെ 12 ഓവർ കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് സം എന്ന് പറയുന്നത് ആ 12-നെ 5.5 കൊണ്ട് ഗുണിച്ചാല് 12 ഓവറുകളിലായിട്ട് നേടിയ റൺസ് കിട്ടും. ഒരു ഓവറിൽ 5.5. അങ്ങനെ 12 ഓവർ ആകുമ്പോൾ ദാണ്ടേ ഒരു ഓവറിൽ 5.5 അല്ലേ? 12 ഓവർ ആകുമ്പോൾ 12 × 5.5 ഒന്നുമില്ലടാ. 55-നെ 12 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാ പോരെ. 2 10 ശിഷ്ട 1, 2 10 15 1 16 ശിഷ്ട 1, 1 5 5 1 6, 660. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാല് 66.0, ദാറ്റ് ഈസ് 66. അവസാനത്തെ പോയിന്റിന് ശേഷം അവസാനം വരുന്ന 0-ന് വിലയില്ലാത്തത് കൊണ്ട് 12-നെ 5.5 കൊണ്ട് ഗുണിച്ചാൽ 66. ഇനി 12 ഓവർ കൊണ്ട് നേടിയ ടോട്ടൽ റൺസ് എന്ന് പറഞ്ഞ 66. ചോദ്യകർത്താവ് പറയുന്നു, വാട്ട് ഷുഡ് ബി ദ റൺ റേറ്റ് ഇൻ ദ റിമൈനിങ് 38 ഓവേഴ്സ് ടു റീച്ച് ദ ടാർഗറ്റ് ഓഫ് 332 റൺസ്. 332 ആണ് ടോട്ടൽ ടാർഗറ്റ്. ആ 332 നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ 332-ലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ഒരു ഓവറിൽ അടിക്കേണ്ട റൺസ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിപ്പോ 66 നമ്മൾ അടിച്ചില്ലടാ. നമുക്ക് വേണ്ടത് എത്ര? ടോട്ടൽ ടാർഗറ്റ് എത്ര? 332. ആ 332-ൽ നിന്ന് നമ്മൾ നേടിയെടുത്തത് 66 അല്ലേ? അത്ര അടിച്ചു മാറി. അത് കുറയ്ക്ക്. 12-ന്ന് 6 പോയാൽ 6. പിന്നെ അവിടെ 32. 32-ന്ന് 6, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, പിന്നെ ഇവിടെ 2 ആണുള്ളത്, 12 ആയി. 12-ന്ന് 6 കുറച്ച 6, അവസാനം 2 വരും. കാരണം വേറൊന്നുമില്ല, കടമെടുത്ത് മാറുമ്പോൾ അവിടെ 2 വരും. 332-ന്ന് 66 കുറച്ചാൽ 266. ആ 266 റൺസ് ബാക്കിയുള്ള 38 ഓവറിൽ നിന്ന് അടിക്കണം. അപ്പൊ അടിക്കേണ്ടത് 266, ഓവറുകളുടെ എണ്ണം 38. സോ 38-നെ സ്വാഭാവികമായിട്ടും ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ആൻസർ. 38-ന്റെ 7ാമത്തെ മൾട്ടിപ്പിൾ 8 7 56. ഐ തിങ്ക് മേ ബി ശരിയാകാം. നമുക്ക് ചെയ്തു നോക്കാം. എന്തായാലും 6 അല്ല. 6 ആവുമ്പോൾ ഒരിക്കലും ഉത്തരത്തിന്റെ അവസാനത്തക്കം
ഈ 6 കൊണ്ട് ഗുണിച്ചാൽ 6 8 48 വരത്തുള്ളൂ. ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം 8 വരത്തുള്ളൂ. അല്ല, 7 ആണെന്ന് നോക്കട്ടെ. 38നെ 7 കൊണ്ട് ഗുണിച്ചാല് 7 8 56, 7 3 21 5 26 സെറ്റായി. അതായത് 38ന്റെ 7ാമത്തെ മൾട്ടിപ്പിൾ ആണ് 266. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആണ് റൈറ്റ് ആൻസർ. ഞാൻ അവിടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ രണ്ടാമതാണ് എടുത്തിട്ടത്, കുഴപ്പമില്ല. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 7 ആയിരുന്നു റൈറ്റ് ആൻസർ. ശ്രദ്ധിച്ചോണേ, ഈ ചോദ്യം ഈ ഒരു കാലയളവിലെ 3ാമത്തെ തവണ എന്താണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് 50 ഓവർ ഉള്ള ഒരു ക്രിക്കറ്റ് മാച്ച്, അതിൽ ആദ്യത്തെ ഇത്ര ഓവറിൽ ഇത്ര റൺസ് അടിച്ചു എന്ന് പറയും. ഇനി ബാക്കി ടാർഗറ്റ് ഫിനിഷ് ചെയ്യണമെങ്കിൽ റൺ റേറ്റ് എത്ര എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ബാക്കി കണ്ടുപിടിച്ചിട്ട് ഇനി എത്ര ഓവർ ഉണ്ടോ അതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ഓവറിൽ അടിക്കേണ്ട റൺസിന്റെ എണ്ണം കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അത്ര ഉള്ളു പരിപാടി. സോ അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 7 ആയിരുന്നു റൈറ്റ് ആൻസർ എന്നുള്ള കാര്യം ഓർമ്മയിൽ വരണം. സോ ഈ ഒരു ചോദ്യം നോക്കിക്കേ. രവി, തൊട്ടുമ്പത്തെ ക്വസ്റ്റിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, 7 ആണ്. ഇതിന്റെ ഉത്തരം രവി ക്രോസസ് എ 900 മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ 8 minutes. വാട്ട് ഈസ് ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് ചോദ്യം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കിലോമീറ്റർ പെർ അവർ ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണോ നമ്മുടെ മനസ്സിൽ വരുന്നത്. നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 900, സമയം 8 മിനിറ്റ് ആണ്. നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റാം, കാരണം മീറ്റർ പെർ സെക്കൻഡ്. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കണം. മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. അവറിനെ മിനിറ്റ് ആക്കണമെങ്കിലും മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിലും 60 കൊണ്ട് ഗുണിക്കുക. സോ അങ്ങനെ ദാണ്ടേ 8 × 60 സെക്കൻഡ് ആവും. 6 8 48, 480 എന്ന് വരും. എന്താണ്ടേ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇത് നിങ്ങൾ ചെയ്യാതെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണ്ടേ. അപ്പോ 900 ഡിവൈഡഡ് ബൈ 480 ആണ് റൈറ്റ് ആൻസർ. ഞാൻ വെട്ടുന്നില്ല. നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. ഇത് കിട്ടിയത് മീറ്റർ പെർ സെക്കൻഡാ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. സോ 18/5 കൊണ്ട് ഗുണിച്ചു. ഇത്രയും ചെയ്യുമ്പോൾ പരിപാടി അങ്ങ് തീരും. മക്കളെ, ഇത് പോട്ടെ, ഇത് പോട്ടെ. എടാ, 5ന്റെ എത്രാമത്തെ ഗുണിതമാണ് 90? 5ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 90? അല്ലെ 90നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 90നെ 5 കൊണ്ട് ഹരിച്ച് നോക്കിയാലും മതി. അപ്പോൾ 1 5 5, 5ന്റെ ബാക്കി 4 0 40 8. അല്ലെങ്കിൽ 18 5 90 എന്ന് അറിയാവുന്നവന് കുഴപ്പമില്ല. അല്ലെങ്കിൽ നൈസായിട്ട് മാറ്റി 90നെ 5 കൊണ്ട് ഹരിക്കുക, 18 വരും. ഈ 18ഉം ഈ കിടക്കുന്ന 48ഉം കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 2 കൊണ്ട് വെട്ടിക്കൂടെ. അപ്പോൾ 9 2 18. ഇവിടെ നമ്മൾ എന്തായാലും അല്ലെങ്കിൽ 6 കൊണ്ട് വെട്ടാം, കാരണം 18 48ഉം കൂടെ 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ 6 കൊണ്ട് വെട്ടാം. 18നെ 3 കൊണ്ട് ഹരിച്ച 6 കൊണ്ട് ഹരിച്ച എത്ര? 6 കൊണ്ടാണ് വെട്ടാൻ പോകുന്നത്. 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് ഹരിക്കുക. 18നെ 6 കൊണ്ട് ഹരിച്ച എത്ര? 3 അല്ലേ. 48നെ 6 കൊണ്ട് ഹരിച്ച എത്ര? 48നെ 6 കൊണ്ട് ഹരിച്ചാൽ 8 ആണേ. ഇനി 3 8 വെട്ടാൻ പറ്റത്തില്ല. ഈ കിടക്കുന്ന 8 ഈ കിടക്കുന്ന 18ഉം കൂടെ 2 കൊണ്ട് വെട്ടിക്കൂടെ? അതല്ലേ പറ്റത്തുള്ളൂ. 2. അപ്പോൾ 4 2 8, 9 2 18 തീർന്നു. സോ ഇനിയൊന്നും ഇല്ല വെട്ടാന്. 9 3 കൂടെ ഗുണിച്ച എത്ര? 27. 27നെ 4 കൊണ്ട് ഹരിക്കുക. 27നെ 4 കൊണ്ട് ഹരിക്കണം.
സോ 27-നെ ഞാൻ പതുക്കെ 4 കൊണ്ട് ഹരിക്കാൻ പോവാ. 6 4 24, ഉത്തരം 6 പോയിന്റ് സംതിങ്. ആ ചെയ്യണോ ഇനി? ഓപ്ഷൻ എ അല്ലേ? ചെയ്യണ്ട, എന്തായാലും 6 പോയിന്റ് സംതിങ് ആയിരിക്കും. 6 പോയിന്റ് തുടങ്ങുന്ന വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ ഉത്തരം 6.75 km/h എന്ന് എഴുതി പരിപാടി അങ്ങ് അവസാനിപ്പിച്ചേക്കണം. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ചോദ്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ മിനിറ്റിനെ സെക്കൻഡ് ആക്കിയിട്ട് വെട്ടാൻ പോവണ്ട. പിന്നെ അതിനെ km/h മാറ്റാന് 18/5 കൊണ്ട് ഗുണിക്കുക എന്നുകൂടി ഓർത്തിരിക്കണം. ഇങ്ങനെ 10 ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞു പോയ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ചത് 11-ാം തീയതി. ഇനി തൊട്ടടുത്ത് വരുന്ന പരീക്ഷകൾക്ക് ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത്തരം മേഖലകൾ ഈ കഴിഞ്ഞു പോയ ഈ പറയുന്ന 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോവുക. സോ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ 2026 നോക്കിക്കാണുന്നത്. ഒരു പരീക്ഷയിൽ ഒരു അല്പം മാർക്ക് കുറവാണെന്ന് കരുതി നമ്മൾ ഒരിക്കലും ആത്മവിശ്വാസം തകർന്നു പോകാതെ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ തുടർന്ന് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. 2026 എന്ന് പറയുന്ന വർഷം ഒരു ഈ പറയുന്ന രീതിയിൽ സഹകരണ ബാങ്ക് ജോലി നേടിയ വർഷമായി ജീവിത ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. ആളുകൾ പലതും പറയും, നമ്മളെ തളർത്താൻ നോക്കും. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ വലിയ പ്രതീക്ഷകളോടെ മുമ്പോട്ട് നടന്നു നീങ്ങുക. നാളെയുടെ പുലരികൾ സഹകരണ ബാങ്ക് ജോലി സ്വപ്നം കാണുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി എന്ന് നിങ്ങളുടെ ജീവിത ചരിത്രം രേഖപ്പെടുത്തട്ടെ. അങ്ങനെ ഈ ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ അടുത്തടുത്ത വരുന്ന പരീക്ഷകൾക്ക്, അടുത്തടുത്തതെന്ന് പറയുമ്പോൾ ഈ സ്ലോട്ട് കഴിയുമ്പോൾ തൊട്ടടുത്ത ബാങ്കുകളിലേക്കുള്ള പരീക്ഷകളുമായിട്ട് 2026 ഇങ്ങനെ പരീക്ഷകൾ നടന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അവസരം എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ജോലി കിട്ടും. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് എല്ലാവർക്കും നമ്മൾ ഈ പറയുന്നത് പോലെ 6 മാസം കൊണ്ട് സിലബസ് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. 2026 സഹകരണ ബാങ്കിലേക്ക് ജോലി സ്വപ്നം കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ 6 മാസം കൊണ്ട് എൻറ്റയർ സിലബസ് ഈ പറയുന്ന പോലെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും കൃത്യമായിട്ട് ഒരാൾ മോണിറ്റർ ചെയ്ത് മെന്റർഷിപ്പോട് കൂടിയുള്ള ഇത്തരം ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 2026 നിങ്ങൾ കൃത്യമായ ഡയറക്ഷനോട് കൂടി ജോലിയിലേക്ക് പ്രവേശിക്കാൻ, ഒരു മെന്റർഷിപ്പോട് കൂടി നടന്നു നീങ്ങുവാൻ തീർച്ചയായിട്ടും ഇത്തരം ബാച്ചുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തടുത്ത് വരുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ പരീക്ഷകൾ തീരുന്ന മുഖേന തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ്. സോ നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാം. ബൈ.